കല്യാണി, നീ എന്താ ഇവിടെ? തൃച്ചംബരത്തെ കുടുംബ പൂജ നടക്കുന്നിടത്ത് അടുക്കളക്കാരിക്ക് എന്താ കാര്യം? മാറിപ്പോ ഇവിടുന്നു. അഖിലേ റിലാക്സ്, ഇത് അമ്പലമാണ്. അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ഇവളെ എന്റെ പിന്നിൽ വന്നിങ്ങനെ നിൽക്കാൻ പാടില്ല. പോയിവിടുന്നു, പോവാൻ. അഖിലേച്ചി പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോടി ഇവിടുന്ന്. പോകാൻ പറഞ്ഞ കേക്കില്ലേ ഇവിടെ? ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് വാടി. ഇറങ്ങി പോടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് എത്ര മണിക്കാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്? സർ 11 o'clock, 11 മണി. ആ, യു കെയിൽ നിന്ന് ഡൊണാൾഡ് കൂടി പങ്കെടുക്കുന്ന മീറ്റിംഗ് അല്ലേ? ഷാർപ്പ് 11 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം എല്ലാ കാര്യത്തിലും ഭയങ്കര പഞ്ചുല. നോ പ്രോബ്ലം സർ, 11 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദേ, മീറ്റിംഗിൽ വെറുതെ ഡിസ്കഷൻ പോറാ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഫോറിനേഴ്സ് അടക്കം ഒരു 8-10 പേര് മതി മീറ്റിങ്ങിന്. അത് നല്ല സജഷനാണ്. സാറ് വെൽ സ്റ്റഡീഡ് ആണെന്ന് തോന്നുന്നു. ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസും ഗൂഗിൾ സ്ഥാപകൻ ലാറിയുമൊക്കെ സാധാരണ 10 പേരെ കൂടുതൽ ഒരു മീറ്റിംഗിലും പങ്കെടുപ്പിക്കാറില്ല. സാറും അതേ ലൈനാണെന്ന് തോന്നുന്നു. കമോൺ മിസ്റ്റർ ശ്രീനിവാസ്, വലിയ വലിയ പേരുകളൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. നമ്മളിപ്പോഴും പിച്ച വയ്ക്കുന്ന ഒരു പൈതലല്ലേ. ഏതായാലും ഞാൻ ഓഫീസിലേക്ക് തിരിക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ മീറ്റിങ്ങിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽ ഫയൽ എനിക്ക് നേരത്തെ അയച്ചേക്കണം. ഫോറിനേഴ്സ് ആയിട്ടുള്ള എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് അറിയാലോ. അറിയാം സർ, മീറ്റിംഗിന്റെ ഡീറ്റെയിൽഡ് ഫയൽ ഉടനെ തന്നെ എത്തിക്കാം. പിന്നെ ഞാനുണ്ട് ഇവിടെ, സാറിന് ഒരു ടെൻഷനും വേണ്ട. ഐ ക്യാൻ മാനേജ് എവരിത്തിങ്. താങ്ക്സ് മിസ്റ്റർ ശ്രീനിവാസ് ഉള്ളത് എനിക്കൊരു ആശ്വാസം. എനിവേ, ഞാൻ ഉടനെ എത്തേ. യു ബി ദെയർ. ഓക്കെ? ഓക്കെ സർ. പാവം ഡൊണാൾഡും കൂട്ടരും ഇന്നലെ രാത്രിയിലെ മീറ്റിംഗും കഴിഞ്ഞ് എഗ്രിമെന്റ് ഒപ്പിട്ട് മടങ്ങിയ കാര്യം കക്ഷി അറിഞ്ഞിട്ടില്ല. കമ്പനി നമ്മുടേതാണെന്ന് മാത്രം. ഇന്നത്തെ മീറ്റിംഗ് പൊളിയൊന്ന് ഉറപ്പാ. ഇത് നമുക്ക് വൈകുന്നേരം ഒന്ന് ആഘോഷമാക്കണം. ഏയ് നോ,
അങ്ങനെ ഒരുപാടങ്ങ് സന്തോഷിക്കാൻ വരട്ടെ. ഫോറിനേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ച് ആനന്ദ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും നമ്മൾ ആ കരാറ് മാറ്റി ഉറപ്പിച്ചതൊക്കെ ശരി. പക്ഷെ ഇനി ഒരു മാസം തികയാൻ വളരെ കുറച്ചു നാളും കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ ആനന്ദ് കമ്പനിയുടെ MD ആയി വീണ്ടും ചുമതലയേൽക്കും. അതോടെ തീരും സകല കളികളും. ആനന്ദ് തിരിച്ചുവരും മുൻപ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അടിത്തറ ഇളക്കണം എനിക്ക്. അവൻ തിരിച്ചു വന്ന് MD കസേരയിലേക്ക് ചാരിയിരിക്കുമ്പോ പടപടാന്ന് തകർന്നടിയണം അവൻ കെട്ടിപ്പടുത്ത ആ സാമ്രാജ്യം. അതുകൊണ്ട് തന്നെ ഇനി ഓരോ ചുവടുകളും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ അത് തന്നെയല്ലേ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ എന്താ പ്രിയങ്കയ്ക്കൊരു ഭയം പോലെ? കൊള്ളാം. പ്രിയങ്ക വർമ്മയ്ക്ക് ഭയമോ? ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. ഭയമെന്ന വികാരത്തിന് മനുഷ്യന്റെ എല്ലാ ശേഷികളെയും വിലക്കി വാങ്ങാൻ കഴിയും. കേട്ടിട്ടില്ലേ, പിഴവ് സംഭവിക്കുമോ എന്ന ഭയമാ ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പിഴവ്. അതല്ല പ്രിയങ്ക ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നാഗമഠത്തില്ലത്തിലെ പ്രിയങ്ക വർമ്മയുടെ കസിനാണെന്നറിഞ്ഞാൽ അതോടെ തീരുമല്ല. ആനന്ദ് ഒരുപക്ഷെ ജീവനെങ്കിലും തിരിച്ചു തന്നിരിക്കും. പക്ഷേ അഖിലാണ്ടേശ്വരിയുടെ കയ്യിൽ നിന്നും യാതൊരു ദയയും പ്രതീക്ഷിക്കണ്ട. കൂടെ നിന്ന് ചതിക്കുന്നവനെ മുന്നും പിന്നും നോക്കാതെ കൊന്നുകളയുന്ന സ്ത്രീ അവരൊന്നും അറിയാനും പോകുന്നില്ല, ഒന്നും ചെയ്യാനും പോകുന്നില്ല. ലക്ഷ്യം നേടുമെന്ന വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ തോൽക്കുമെന്ന ഭയം താനെ പടിയറിഞ്ഞു പോവും. ലക്ഷ്യം, അതാണ് പ്രധാനം. ശ്രീനിവാസേട്ടൻ പറയേ, നമുക്ക് ജയിക്കണ്ടേ ഈ യുദ്ധം? ഈ പ്രിയ ആ മണ്ഡപത്തിൽ വെച്ച് നേരിട്ട അപമാനം ഞാൻ പറഞ്ഞതല്ലേ മുമ്പ് തന്നെ? ഓർമ്മയുണ്ട്, ഒരിക്കലും മറക്കുകയില്ല. പക്ഷേ നിന്റെ നീക്കങ്ങളിൽ പിഴവുണ്ടാവരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഇല്ല ഏട്ടാ, ഇനി പിഴക്കില്ല. ആനന്ദല്ല അഖിലാണ്ടേശ്വരി എതിരെ വന്നാലും പ്രിയങ്ക ആ പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കും. വിത്തിൻ നോ ടൈം. Within no time. മുന്നിലിരിക്കണ ഉരുളിയിലെ തീർത്ഥത്തിലേക്ക് നോക്കുക. പുത്രവധുവിന്റെ മുഖം കാണാൻ കഴിഞ്ഞു എന്ന് വരും, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ. ഈ കുടുംബത്തിന്റെ പ്രൗഢിക്കും അന്തസ്സിനും യോജിച്ച തറവാട്ട് മഹിമ അവൾക്കുണ്ടായിരിക്കുകയില്ല. ഒരു ദരിദ്ര ജന്മമാണവൾ. അഖിലേ, എന്തു പറ്റി? ഉറക്കം കെടുത്തുന്ന എന്തോ കാര്യം മനസ്സിൽ കയറ്റി വച്ചിരിക്കുകയാണ്. എന്താടോ ഇത്? വേറൊന്നുമല്ല കൃഷ്ണേട്ടാ, ആനന്ദിനെ കുറിച്ച് എന്റെ ആവലാതി മുഴുവനും. അത് കൊള്ളാം. ആനന്ദിന് വേണ്ടിയില്ലേ നമ്മൾ നടത്തിയ പൂജയൊക്കെ? അതിന് ഫലം കാണാതിരിക്കുവോ? ഒക്കെ ശരിയാവും. ആ പ്രിയങ്കയെക്കാളൊക്കെ നല്ലൊരു പെണ്ണിനെ നമ്മുടെ ആനന്ദിന് കിട്ടും. നമുക്ക് കണ്ടെത്താടോ. അതല്ല കൃഷ്ണേട്ടാ, മനസ്സിനൊരു സമാധാനം കിട്ടാനാ പൂജ നടത്തിയത്. ഇപ്പൊ ആ പൂജ കാരണം മനസ്സിന്റെ ഉള്ള സമാധാനം കൂടി പോയ അവസ്ഥയാ. പൂജ കാരണം നിന്റെ മനസ്സിന്റെ സമാധാനം പോയെന്നു? നീ എന്തൊക്കെയാ അഖിലേ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യോ? പൂജ കഴിഞ്ഞ് ഉരുളിയിലെ വെള്ളത്തിലേക്ക് നോക്കിയാൽ മരുമകളുടെ രൂപം കാണാൻ കഴിയുമെന്ന് തിരുമേനി പറഞ്ഞത് ഓർമ്മയുണ്ടോ കൃഷ്ണേട്ടന്? അതിനെന്താ? നീ നോക്കിയപ്പോ കണ്ടോ നമ്മുടെ മൂത്ത മരുമകളെ? പൂജ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോ ആ കല്യാണിയുടെ രൂപം ഉരുളിയിൽ തെളിഞ്ഞത്. കല്യാണി,
തൃച്ചംബരത്തെ കുടുംബ പൂജ നടക്കുന്നിടത്ത് അടുക്കളക്കാരിക്ക് എന്താ കാര്യം? മാറിപ്പോ ഇവിടുന്ന്, പോവാൻ. ഓ, ഇതാണോ വലിയ കാര്യം? പിന്നെ കല്യാണിയെ കർപ്പൂരം തരാൻ വേണ്ടി വന്നതല്ലേ? കർപ്പൂരം തന്നിട്ട് അവൾ അഖിലയുടെ പുറകുവശത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. അതായിരിക്കാം അവളുടെ മുഖം പതിഞ്ഞത്. ആ സമയത്ത് നീ കണ്ണു തുറന്ന് നോക്കിയതുകൊണ്ട് കല്യാണിയുടെ രൂപം കണ്ടുവന്നേ ഉള്ളൂ. അത് കള. അതല്ല കൃഷ്ണേട്ടാ, ആനന്ദിന്റെ കല്യാണക്കാര്യത്തിൽ ആദ്യം മുതലേ ഇങ്ങനെ ഓരോരോ നിമിത്തങ്ങൾ കാണുന്നതാ. ആ ജോത്സ്യൻ പറഞ്ഞത് ഓർക്കുമ്പോ വിധി നമ്മളെ തോൽപ്പിക്കുമെന്ന ഇപ്പൊ എന്റെ ഭയം. ഈ പ്രണയം എന്ന് പറയുന്നത് ആരുടെയൊക്കെ മനസ്സിൽ എപ്പോ വരുമെന്നോ എങ്ങനെയൊക്കെ മാറ്റുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല കൃഷ്ണേട്ടാ. കല്യാണി ഇരിക്കെ. കല്യാണി, ഇനിയും പറയാതെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കാൻ എനിക്ക് പറ്റില്ല. എത്ര നാളെന്നും പറഞ്ഞാ ഇങ്ങനെ? അതുകൊണ്ടാ എനിക്ക് അത്യാവശ്യമായി നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. അഖിലേ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മനസ്സ് ഇതുവരെ ഒരിടത്തും പതറിയിട്ടില്ല. പക്ഷേ ആനന്ദിന്റെ അമ്മയായിട്ട് നിൽക്കുമ്പോ മനസ്സിൽ എന്തൊക്കെയോ ഭയം തോന്നുന്നു എനിക്ക്. കണ്ണടച്ച ഉറക്കം കെടുത്തുന്ന ദുസ്വപ്നങ്ങളാ. ഇതൊക്കെ എത്ര ദിവസം എന്ന് പറഞ്ഞാ ഞാൻ എന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നത്. ഇനി ഈ ഭാരം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് പറ്റുന്നില്ല കല്യാണി. ഏതോ ഒരു നാട്ടിൽ നിന്ന് ഒരു ചെമ്പരത്തി ചെടിയുമായി വന്നിറങ്ങിയ നീയ ഇന്നെന്റെ മനസ്സിൽ പൂത്തൊലിഞ്ഞു നിൽക്കുന്നത്. ബിസിനസ് അല്ലാതെ മറ്റൊരു ചിന്തയില്ലാതിരുന്ന എന്റെ മനസ്സിലേക്ക് ഒരു പെൺകുട്ടിയെ കാണണമെന്നുള്ള മോഹം ഉണ്ടാക്കിയത് നിന്റെ ഈ കണ്ണുകളാ. സാഹിത്യ ഭാഷയെ പറഞ്ഞ കണ്ടു തീർത്ത സ്വപ്നങ്ങളിലും കൂട്ടിവെച്ച മോഹങ്ങളിലുമൊക്കെ നീയായിപ്പോ. ഞാനിപ്പോ എന്റെ മനസ്സിനിട്ടിരിക്കുന്ന പേര് പോലും കല്യാണി എന്നാ. അതിനെ ഒഴിവാക്കി എനിക്കൊരു ജീവിതമില്ല. അഖിലേ, നമുക്കറിയാവുന്ന കുട്ടികളല്ലേ അവർ രണ്ടുപേരും. ആനന്ദിന്റെ മനസ്സിലോ കല്യാണിയുടെ മനസ്സിലോ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോ നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അന്ന് നിന്നോട് അമ്പലത്തിൽ വരാൻ പറഞ്ഞ തന്നെ എന്റെ ഉള്ളിലെ ഇഷ്ടം നിന്നെ അറിയിക്കാനായിരുന്നു. അന്ന് നിർഭാഗ്യം കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അതാ ഇന്നെങ്കിലും പറയാന്ന് കരുതിയത്. നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. കല്യാണി ഒരിക്കലും നിനക്കോ ഈ കുടുംബത്തിനോ യാതൊരു ദ്രോഹവും ചെയ്യില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആനന്ദ്. അവന് നീ പറയുന്നതിനപ്പുറം മറ്റൊരു ലോകമില്ല. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ പിതാവിന്റെ വാക്ക് ധിക്കരിക്കാത്ത പുത്രനാണെങ്കിൽ തൃച്ചംബരത്തെ ആനന്ദ് അമ്മയുടെ വാക്ക് ധിക്കരിക്കാത്ത മകനാണ്.
അതവൻ പലവട്ടം തെളിയിച്ചിട്ടുള്ളതുമാണ്. നീ ചൂണ്ടിക്കാട്ടിയ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തയ്യാറായതുൾപ്പെടെ. എപ്പോഴും നിന്നെ കാണണമെന്നും നിന്റെ സംസാരം കേൾക്കണമെന്നും നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നും മാത്രമാ ഒരു തോന്നല്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല കല്യാണി. നീ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നുള്ള അവസ്ഥയിലായിപ്പോ. ഏതായാലും ഇനിയും ഇങ്ങനെ ഉറക്കമുളച്ചിരുന്ന് മനസ്സിന്റെ ഭാരം കൂട്ടണ്ട. വാ, വന്ന് കിടക്കാൻ നോക്കും. കൃഷ്ണേട്ട കിടന്നു. എന്തോ വെറുതെ ഒരു തോന്നല്. ആനന്ദിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന്. ശരി, പോയിട്ട് വാ. ഇപ്പോഴവനവിടെ സ്വസ്ഥമായിട്ട് ഉറക്കമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉണർത്തണ്ട കേട്ടോ. ഇല്ല, എനിക്ക് വെറുതെ അവനെ ഒന്ന് കണ്ടാ മതി, അത്രേ ഉള്ളൂ. കല്യാണി, നിനക്കറിയാമോ, ഞാൻ MD സ്ഥാനം അരവിന്ദിന് കൊടുത്തിട്ട് 30 ദിവസം ലീവ് എടുത്ത് നിന്നത് തന്നെ നിന്നെ കാണാനും എന്റെ ഉള്ളിലെ ഇഷ്ടം നിന്നെ അറിയിക്കാനും വേണ്ടിയായിരുന്നു. ഇന്നാ എനിക്കതിനൊരു ചാൻസ് കിട്ടിയത്. ഈ പദവി, സ്വത്ത്, പ്രൗഢി ഇതൊന്നും എനിക്ക് വേണ്ട. വേണ്ടത് എന്നെ മനസ്സിലാക്കാനും ജീവിത അവസാനം വരെ കൈചേർത്ത് പിടിച്ച് കൂടെ നടക്കാനും ഒരാളാ. കുറച്ച് നാളുകൊണ്ട് തന്നെ ആ ഒരാൾ നീയാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതൊന്ന് നേരിട്ട് പറയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഒന്നും വിജയിച്ചില്ല. ഇന്നിപ്പോ സകല ധൈര്യവും സംഭരിച്ച ഈ ഏകാന്തതയിൽ നിന്നെ ഞാൻ ഈ മുറിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. കല്യാണി, ഐ എം ടെല്ലിംഗ് ദിസ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എന്റെ സ്വപ്നങ്ങളിലും ജീവശ്വാസത്തിലും നീ ഒരാളെ എനിക്ക് തുണയായിട്ട് ആവശ്യമുള്ളൂ. I love you. I love you very much. കൺകളിലായിരം കനവുകൾ തെളിയവേ മൊഴികളിലായി ചൊല്ലുമോ പതിയെ നീ ചെന്താമരച്ചുണ്ടിൽ വിരിയും നല്ലോമൽ ചിരിയിൽ ഞാൻ അറിയുകയായിത പറയാത്തൊരി പ്രണയം. കൺകളിലായിരം കനവുകൾ തെളിയവേ മൊഴികളിലായി ചൊല്ലുമോ പതിയെ നീ. വലിയുഞ്ഞേ, അല്ല കല്യാണി, നീ കുറെ നേരമായി വന്നിട്ട്. ഞാനിപ്പോ വന്നതേ ഉള്ളൂ വലിയുഞ്ഞേ. ഞാൻ വാതിലിന്റെ അടുത്തെത്തിയപ്പോ എന്റെ പേര് പറയണ കേട്ടു. അത് അങ്ങനെ കേട്ടു അല്ലേ? ദേ പുതിന ടീ. അങ്ങോട്ട് വെച്ചേക്ക്. കല്യാണി, ഈ പാവം നിനക്ക് ഇഷ്ടമായോ? ഇത് വാങ്ങിച്ചോ. ഇത് നിനക്കായി മാത്രം ഞാൻ കൊണ്ടുവന്നതാ.
ധനി ധനി